ഇറാന്റെ ആണവ ശേഖരം മുഴുവൻ പിടിച്ചെടുക്കാനായിട്ട് US അങ്ങോട്ടേക്ക് സൈന്യത്തെ അയക്കുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. അത് സംഭവിക്കാവുന്നതാണോ? തീർച്ചയായിട്ടും. കാരണം ഇറാന്റെ കയ്യിലുള്ള ആണവ ശേഖരം ആർക്കെതിരായിട്ടാണ് ഇറാൻ പ്രയോഗിക്കാൻ പോണത്? സൗദി അറേബ്യക്കോ അതല്ലെങ്കിൽ മറ്റ് ഇസ്ലാമിക് രാജ്യങ്ങൾക്കോ എതിരായിട്ടോ? അത് പ്രയോഗിക്കാൻ പോകുന്നത് ഇസ്രായേലിനും പിന്നെ അമേരിക്കയ്ക്കും എതിരായിട്ടാണ്. അവർ കഴിഞ്ഞ 40 വർഷമായിട്ട് അവർ പറഞ്ഞുകൊണ്ട് നടക്കേണ്ടത് ഡെപ്ത് ടു അമേരിക്ക ആൻഡ് ഡെപ്ത് ടു ഇസ്രായേൽ എന്നാണ് അവർ പറഞ്ഞുകൊണ്ട് നടക്കണം. അത് യാഥാർത്ഥ്യമാക്കാനായിട്ട് അവർ എന്ത് എക്സ്ട്രീം എൻഡിലേക്ക് പോകും. അതുകൊണ്ടല്ലേ അവർ ഇന്റർ കോണ്ടിനെന്റൽ ബലിസ്റ്റിക് മിസൈൽ, എന്താ അതിന് പറയണ, ഭൂഖണ്ഡാന്തര മിസൈലുകൾ വരെ ശേഖരിച്ചിരിക്കണം. ഇറാന് മിസൈൽസിൻ്റെ ആവശ്യമുണ്ടോ? ഇറാന് ന്യൂക്ലിയർ ബോംബിൻ്റെ ആവശ്യമുണ്ടോ? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ ഈ രണ്ട് രാജ്യങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇത് ചെയ്യണത് മുഴുവൻ. 6 രാജ്യങ്ങളുടെ കയ്യിൽ, പ്രത്യേകിച്ച് തീവ്രവാദികളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ബോംബ് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്താണ് ഉണ്ടാക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു 10, 30, 40 വർഷം മുമ്പ് ഒരു പുസ്തകം എഴുതിയിരുന്നു. ഡൊമിനിക് ലാപ്പിയറും ലാറി കോളിൻസ്, കേട്ടിട്ടുണ്ടോ? ദ ഫിഫ്ത്ത് ഹോഴ്സ്മാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ ഒരു ഇസ്ലാമിക് തീവ്രവാദി, ഭീകരവാദിയുടെ കയ്യിൽ അണുബോംബ് കിട്ടുകയും അയാൾ ആ അണുബോംബ് കൊണ്ട് അമേരിക്കയിൽ വാഷിങ്ടണിൽ, ഞാനത് എന്താ അന്ന് വായിച്ചാണ്, അന്നത്തെ വലിയ ബെസ്റ്റ് സെല്ലറായിരുന്നു, അത് മറന്നുപോയി, പിന്നെ ഇപ്പോഴാണത് ഓർമ്മ വന്നത് പെട്ടെന്ന്. അത് എവിടെയോ കൊണ്ട് സ്ഥാപിച്ചു. അമേരിക്കൻ പ്രസിഡന്റിന് മെസ്സേജ് അയച്ചു, ഞാൻ ഈ ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ബോംബിൻ്റെ എന്താ ഡയഗ്രാമോ അത് അതിൻ്റെ ബോംബ് ഉണ്ടാക്കാനായിട്ടുള്ള ഫോർമുലയൊക്കെ ആ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ എഴുത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പൊട്ടിക്കുന്ന പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കും, ഭീകരവാദികളല്ല, അവർക്കൊന്നും നോട്ടോ ഉത്തരവൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ ഈ ഫിഫ്ത്ത് ഹോഴ്സ്മാൻ വായിച്ച ഓർമ്മ പെട്ടെന്ന് ഇങ്ങനെ ഇത് കേട്ടപ്പോൾ വന്നു, അത്രയേ ഉള്ളൂ. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതത്വം വേണം എന്നുണ്ടെങ്കിൽ ഈ ആണവ ഇത് ശേഖരം നശിപ്പിച്ചേ പറ്റുള്ളൂ. അതിനുവേണ്ടി അമേരിക്ക ഏതറ്റം വരെ പോവുകയും ചെയ്യും. സർ, അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയ ഒരു കുറിപ്പ് കിട്ടി. അത് ഇങ്ങനെയാ, ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. മുസ്തഫ ഖമേനി പുതിയ പരമോന്നത നേതാവായ ഉടൻ ചബഹാറിലെ ലാക്കി പർവ്വതത്തിൽ നിന്ന് IRGC രഹസ്യമായിട്ട് മിസൈലുകൾ നീക്കം ചെയ്യുകയും ഇസ്രായേലിലേക്കുള്ള വിക്ഷേപണത്തിനായി കൊണാർക്ക് ഡീസലൈനേഷൻ പ്ലാന്റിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ US-ഉം ഇസ്രായേലി സൈന്യവും ചേർന്ന് ചബഹാർ പോർട്ട് അവിടത്തെയും ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെയും IRGC ഇമാം അലി താവളം പൂർണ്ണമായും നശിപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ലക്കി പർവ്വതത്തിലെ തുരങ്കങ്ങളിൽ നിന്ന് IRGC മിസൈലുകൾ നീക്കം ചെയ്യുകയും ട്രെയിലർ ലോഞ്ചറുകൾ ഉപയോഗിച്ച് ടെൽ അവീവിലേക്ക് വിക്ഷേപിക്കുന്നതിനായിട്ട് കൊണാർക്ക് വ്യാവസായിക ഡീസലൈനേഷൻ പ്ലാന്റിലേക്ക് മാറ്റുകയും ചെയ്തു. ലക്കി പർവ്വതം മിസൈലുകളുടെയും മറഞ്ഞിരിക്കുന്ന IRGC തുരങ്കങ്ങളുടെയും സംഭരണ കേന്ദ്രമായിട്ട് വർത്തിക്കുന്നുവെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇറാൻ ഭരണകൂടം മിസൈൽ ഡിപ്പോകളും തുരങ്കങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന ഇത്തരത്തിൽ എന്നുള്ള റിപ്പോർട്ടാണ് ഈ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഈ വാർത്ത, അതായത് US ഇറാന്റെ ആണവ ശേഖരം അല്ലെങ്കിൽ മിസൈൽ ശേഖരം ഒക്കെ, ആണവ ശേഖരം എന്ന് പറയുമ്പോൾ അതും കൂടി ഉൾപ്പെടെ ആയിരിക്കാം, അങ്ങനെ പിടിച്ചെടുക്കുന്നു എന്ന് പറയുന്നത് അനുസരിച്ചിട്ട് ഇവർ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അവർക്ക് എവിടെ വരെ മാറ്റാൻ പറ്റും? ഇപ്പൊ തന്നെ അമേരിക്കയുടെ 3ാമത്തെ വിമാനവാഹിനി കപ്പൽ കഴിഞ്ഞ ദിവസം പ്രജിതല്ലേ പറഞ്ഞത്, എന്താ ഒരു പുതിയ കപ്പലോടി USS ബുഷ്, ജോർജ് HW ബുഷ് എന്ന് പറഞ്ഞ വിമാനവാഹിനി കപ്പല. അതും പിന്നെ അതിനെ അക്കമ്പനി ചെയ്തുകൊണ്ട് കുറേ ഫ്രിഗേറ്റുകളും ഡിസ്ട്രോയേഴ്സുകളും പിന്നെ അത് കൂടാണ്ട് അതിനോടനുബന്ധിച്ചിട്ടുള്ള മുങ്ങിക്കപ്പലുകളും കൂടി ഇറാൻ ഏരിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഭരണകൂടം ഇറാനിൽ നിലനിൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. അവരുടെ സുരക്ഷിതത്വമാണ് അവർ നോക്കണം മുഴുവനും. അപ്പോൾ അവർ ഈ ന്യൂക്ലിയർ ബോംബ്സ് പിടിച്ചെടുത്ത് നശിപ്പിക്കുകയെന്ന് വെച്ചാൽ എല്ലാവരും കൊണ്ടുപോകും. അത് പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ന്യൂക്ലിയർ ബോംബിൻ്റെ ആവശ്യമില്ല. അവർ ആർക്കെതിരെ, ഇപ്പം ഇന്ത്യക്ക് അപ്പുറത്തും ഇപ്പുറത്ത് 2 ശത്രുക്കളുണ്ട്, പാകിസ്ഥാനുണ്ട്, ചൈനയുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ത്യ ഒരു അഗ്രിമെന്റിൽ ഒപ്പിട്ടിട്ടുണ്ട്, വി വിൽ നെവർ യൂസ് ദ ന്യൂക്ലിയർ ബോംബ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് ഞങ്ങളായിരിക്കില്ല ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കണേ എന്നുള്ള ഒരു അഗ്രിമെന്റ് പ്രഖ്യാപനം ഇന്ത്യ നടത്തിയിട്ടുണ്ട്, വാജ്പേയി പ്രധാനമന്ത്രിയായി. അപ്പോൾ അതിൽ മാറ്റമൊന്നുമില്ല. ചൈനയ്ക്കാണെങ്കിലും എന്താ പറയുന്നത്, ഇന്ത്യയാണ് ചൈനയുടെ ഏറ്റവും വലിയ ശത്രു. അപ്പോൾ അവർ ഇന്ത്യക്കെതിരെ ടാർഗറ്റ് ചെയ്യും. പാകിസ്ഥാൻ ഒരേ ഒരു ശത്രുവുള്ള ലോകത്ത് ഇന്ത്യ.
ഇന്ത്യയിൽ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കണം. ഇപ്പൊ അമേരിക്കയും ഇപ്പൊ മറ്റേ എന്താ അഫ്ഗാനിസ്ഥാനിലെ പട്ടാളക്കാരൊക്കെ പോയി പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ അത് പാകിസ്ഥാന്റെ കയ്യിലിരിപ്പുകാരനാണ്. സോ ഇത് എന്താ നമുക്ക് നമുക്കിത് വിശ്വസിച്ച് തന്നെ പറ്റുള്ളൂ. അമേരിക്ക പോയി അവരുടെ ന്യൂക്ലിയർ ബോംബ് പിടിച്ചെടുക്കും. സർ, അവിടെ ഒരു ഇരട്ടത്താപ്പ് ഇല്ലേ? കാരണം ഇപ്പൊ ഇറാന്റെ കയ്യിൽ ആണവ ബോംബുകൾ അവരുണ്ടാക്കുന്നു, സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരത്തിന്റെ എണ്ണം ഇത് കൗണ്ട് കൂടി എന്നാണല്ലോ. അപ്പോ അങ്ങനെ പറയുമ്പോ അമേരിക്കയുടെ കൂടെ ഉള്ളത് ഇസ്രായേലാണ്. ഇസ്രായേലിനുണ്ടല്ലോ ആണവ പരമായ ശക്തിയിലേക്ക് അവരും പോവുകയല്ലേ. എന്റെ പ്രജിത, ഇസ്രായേലിനെ ചുറ്റി നിൽക്കണ മൊത്തം വട്ടം നിൽക്കണ മുഴുവൻ അറബ് രാജ്യങ്ങളാണ്. അവർ മുഴുവൻ ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന രാജ്യങ്ങളാണ്. അവർക്ക് അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണ്ടേ? അതുപോലെ സുരക്ഷിതത്വം തന്നെയാണെങ്കിലും ഈ ഇറാനെ സംബന്ധിച്ച് അവരുടെ ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത് ചെയ്യുന്നു എന്നുള്ളൊരു വാദമുണ്ടല്ലോ. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ ശേഖരമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അവർക്ക് എന്തിനാ ന്യൂക്ലിയർ ബോംബ്? അവരെന്തിനാ ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ കുറിച്ച് ആലോചിക്കണത്? ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂല, സാധാരണ രാജ്യങ്ങൾക്കൊന്നും. ഇന്ത്യയിൽ തന്നെ എത്രയോ വർഷം മുമ്പാണ് നമ്മൾ ആണവ റിയാക്ടറുകളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട്. ഇപ്പോഴും എന്താ പറയണ, ഒരു 24 മണിക്കൂറും ആണവ നിലയങ്ങൾ സുരക്ഷിതത്വത്തിൻ്റെ എല്ലാ ഫാക്ടേഴ്സും ഉറപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ അണുബോംബ് ഉണ്ടാക്കി നാട്ടുകാർക്കെതിരെ പ്രയോഗിക്കില്ല എന്നുള്ള വിവരം അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ഫ്രാൻസിനും ബ്രിട്ടനൊക്കെ അറിയാം. അതുകൊണ്ടാണ് അവർ നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതേസമയം ഇറാനെ സംബന്ധിച്ചിടത്തോളം അതും മാത്രമല്ല, ക്ലീൻ ഫ്യൂവലാണ് നമ്മുടെ എണ്ണ ഉപയോഗിച്ചിട്ടുള്ള പെട്രോളിയം പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള എന്താ പറയുക, വൈദ്യുത ഉൽപ്പാദനം എന്ന് പറയുമ്പോൾ ക്ലീൻ ഫ്യൂവലാണ്. ഈ ഫ്യൂവലില്ലാത്ത രാജ്യങ്ങളാണ് കൂടുതലും മറ്റ് മേഖലകളിലേക്ക് തിരിയാണ്. ഇപ്പോൾ ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സിൻ്റെ ആവശ്യം വന്നത്? ഇന്ത്യക്ക് ഇന്ത്യയുടെ എനർജി റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനായിട്ടുള്ള പെട്രോളിയം ശേഖരമില്ല ഇന്ത്യക്ക്. ആകെക്കൂടിയുള്ളത് കൽക്കരി ഖനികളാണ്. ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന കൽക്കരിയുടെ ക്വാളിറ്റി തന്നെ വളരെ മോശമാണ്. എന്നിട്ടും അവർ തെർമൽ പവർ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പരാതിയുണ്ട്. പൊല്യൂഷനുണ്ട്, അന്തരീക്ഷ മലിനീകരണമുണ്ട്, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കേൾക്കാറില്ലേ പേപ്പറിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സീരീസ് ഓഫ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്നും ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ആറ്റമിക് എനർജിയെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ എന്താണ് ഇവിടെ അടുത്ത് തിരുനെൽവേലിയിലോ മറ്റേ കൂടംകുളത്ത് 1000 മെഗാവാട്ടിൻ്റെ 6 നിലയങ്ങൾ നമ്മൾ പണിതുകൊണ്ടിരിക്കുന്നത്. 2 പ്രവർത്തനക്ഷമമായി, ബാക്കി 4 പണിതുകൊണ്ടിരിക്കണം. അതേസമയം ഈ അറബ് രാജ്യങ്ങളിൽ എത്ര അറബ് രാജ്യങ്ങൾക്ക് ആണവ നിലയങ്ങളുണ്ട്? ആർക്കും ഇല്ല. ആണവ നിലയങ്ങൾ ഒരു രാജ്യത്തിനും ഇല്ല. ഈ ഇറാനും പിന്നെ ഇറാഖിനും മാത്രമേ ഉള്ളൂ. അത് ഇറാഖിലെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അവരുടെ ന്യൂക്ലിയർ റിയാക്ടറിൽ നിന്ന് കിട്ടിയ എൻറിച്ച്ഡ് യുറേനിയം ഉപയോഗിച്ച് ഒരു ബോംബ് ഉണ്ടാക്കും എന്നുള്ള പേടിയിലായിരുന്നു ലോകം, അമേരിക്ക ഉൾപ്പെടെ. ആ സമയത്താണ് 1991-ലോ 92-ലോ മറ്റേ ഇറാഖ് കുവൈറ്റിനെ പിടിച്ചെടുത്ത്, കുവൈറ്റിൻ്റെ എണ്ണ ശേഖരമൊക്കെ പിടിച്ചെടുത്ത്. ഓർമ്മയുണ്ടോ അത്? കുവൈറ്റിനെ പിടിച്ചെടുത്തത്. അവരെന്നിട്ട് കുവൈറ്റ് വിട്ടുകൊടുക്കാനായിട്ട് അവർക്ക് എന്താ പറയുക, ഒട്ടും സന്നദ്ധമായിരുന്നില്ല. അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിയിട്ടാണ് അവർ ഈ കുവൈറ്റിനെ കീഴ്പ്പെടുത്തിയത്. അപ്പോഴാണ് അവസാനം കൈ എന്നുള്ള രീതിയിൽ ഈ ഇറാഖിൽ നിന്നുള്ള എണ്ണ ലോകത്ത് ഒരു രാജ്യങ്ങളും മേടിക്കരുത് എന്ന് പറഞ്ഞ് ഒരു നിരോധനം ഏർപ്പെടുത്തിയത്. അത് അങ്ങനെ നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഇറാഖിൻ്റെ എണ്ണ ആരും മേടിക്കാതായി ഇറാഖിൽ നിന്നുള്ള. അവസാനം അവരുടെ കുട്ടികളൊക്കെ സൂക്കേട് വന്ന് ചാവാൻ തുടങ്ങി, ഭക്ഷണം ഇല്ലാണ്ടായിപ്പോയി. ഭക്ഷണമൊക്കെ ഇറക്കുമതി ചെയ്തിട്ട് വേണേ അവിടെ. അന്നേരം എന്തായി പറഞ്ഞ ഓയിൽ ഫോർ ഫുഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം മേടിക്കാനും മരുന്ന് മേടിക്കാനൊക്കെ ആയിട്ട് എണ്ണ വിൽക്കാം, നിശ്ചിത രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ നിശ്ചിത ഏജൻസികൾക്ക് എണ്ണ വിൽക്കാം എന്നുള്ളൊരു കരാറിൽ എത്തി യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ.
അപ്പോൾ ആരും അവരോട് എണ്ണ മേടിക്കരുത്, ഈ ആവശ്യത്തിന് വേണ്ടി മാത്രമേ എണ്ണ മേടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ്, ഞാനത് ചുരുക്കി പറയാം, അത് ഒരു വലിയ കഥയാണത്. ഇത്രയേ ഉള്ളൂ പ്രശ്നം. അപ്പോൾ ഇറാഖിൽ നിന്നും ഇന്ത്യയിൽ നിന്ന് എണ്ണ മേടിച്ചിരുന്നില്ല ആ സമയത്ത്. ഇറാഖിൽ നിന്നും ഇറാഖ് ശരിക്കും പറഞ്ഞാൽ ഒരു അൺടച്ചബിൾ രാഷ്ട്രമായിട്ട് മാറിയ കാലമായിരുന്നു ഇത്. അപ്പോൾ പല കമ്പനികളും പല കോർപ്പറേറ്റ് ഭീമന്മാരൊക്കെ പോയിട്ട് ഇറാഖിൽ നിന്നും അനധികൃതമായിട്ട് നിയമവിരുദ്ധമായിട്ട് എണ്ണ മേടിക്കാനും ആ എണ്ണ അന്താരാഷ്ട്ര വിപണിയിൽ കച്ചവടം ചെയ്യാനും തുടങ്ങി. അത് ഓയിൽ ഫോർ ഫുഡ് പ്രോഗ്രാമിന് പുറത്തായിരുന്നു ആ സിസ്റ്റം. അപ്പോൾ അതിൽ നടത്തിയ അഴിമതിയിൽ ഈ അന്നത്തെ പ്രസിഡൻ്റ് ആയിരുന്ന സദാം ഹുസൈൻ ഏതാണ്ട് $13 ബില്യൺ നേടിയത്. ഇത് ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്ക നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞു. ഇത് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അന്നത്തെ US ഫെഡറൽ റിസർവ് ഉണ്ട്, അറിയോ? US ഫെഡറൽ റിസർവ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ റിസർവ് ബാങ്കാണ്. അതിൻ്റെ ചെയർമാൻ പോൾ വോക്കർ എന്ന് പറഞ്ഞ മനുഷ്യനെ അധ്യക്ഷനായിട്ട് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. ആരൊക്കെയാണ് ഇറാഖിൽ നിന്നും ഈ ഓയിൽ ഫോർ ഫുഡ് പദ്ധതിക്ക് പുറത്ത് എണ്ണ മേടിച്ചതെന്നും അവർ അന്വേഷണം നടത്തി കണ്ടുപിടിച്ച കൂട്ടത്തിൽ ഇന്ത്യയിലെ ഒരു സമുന്നത നേതാവും ആ കൂട്ടത്തിൽ അവരുടെ കമ്പനിയും എണ്ണ മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ എന്താ പറയുക ഇറാഖിൽ നിന്നും. മനസ്സിലായില്ല. അന്ന് കോഫി അണ്ണാനൊക്കെയാണ് UN സെക്രട്ടറി ജനറൽ. അപ്പോൾ ഈ പോൾ വോക്കറുമായിട്ട് നല്ല പരിചയമുള്ള 1-2 ഡിപ്ലോമാറ്റ്സ്, ഒരു ഡിപ്ലോമാറ്റ് ഇന്ത്യയിലുണ്ടായിരുന്നു. അദ്ദേഹം പോയി പോൾ വോക്കറിൻ്റെ കാല് പിടിച്ചിട്ടുണ്ടാവാം. ആ രാഷ്ട്രീയ നേതാവിൻ്റെ പേര് ആ ലിസ്റ്റിൽ നിന്നും വെട്ടി, പകരം വേറൊരാളുടെ പേര് അവിടെ സ്ഥാനം പിടിച്ചു. നട്വർ സിംഗ് എന്ന് പറഞ്ഞൊരു വിദേശകാര്യ മന്ത്രി ഉണ്ടായിരുന്നു നമുക്ക്. വിദേശകാര്യ സർവീസിൽ നിന്നും വിദേശകാര്യ മന്ത്രി, നരസിംഹറാവു മന്ത്രിസഭയിലൊറ്റായിരുന്നു അദ്ദേഹം വിദേശകാര്യ മന്ത്രിയായിരുന്നത്. 2 വർഷമായിട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പക്കലിൽ നിന്നും വിദേശകാര്യ വകുപ്പ് മാറ്റി അദ്ദേഹത്തെ വകുപ്പില്ലാ മന്ത്രിയാക്കി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മന്ത്രിസ്ഥാനത്തും പോയി, ക്യാബിനറ്റ് കൗൺസിലിൽ നിന്നും അദ്ദേഹം പുറത്തു പോയി. അപ്പോൾ ഈ നേതാവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നട്വർ സിംഗിനെ ബലിയാടാക്കിയെന്നാണ് ഡൽഹിയിലുള്ള പൊതുവെയുള്ള സംസാരം. ആളാരത് ഞാൻ പറയണില്ല. ഞാൻ അവസാനം എനിക്ക് കോടതി കയറാൻ സമയമല്ല പേര് പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു വലിയ സ്കാൻഡലിൽ അന്ന് ലോകത്തെ മുഴുവൻ ഒലിച്ചിരുന്നു. പോൾ വോൾക്കർ എന്ന് പറഞ്ഞ ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ കണ്ടുപിടിച്ച റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ നിന്നും ഈ പറഞ്ഞ കോൺഗ്രസ് നേതാവിൻ്റെ പേര് വെട്ടിയതിന് അതിനുവേണ്ടി പരിശ്രമിച്ച നയതന്ത്ര വിദഗ്ധർക്ക് പല രീതിയിലുള്ള ബെനിഫിറ്റ്സ് കിട്ടുകയൊക്കെ ഉണ്ടായി. അവർ പെട്ടെന്ന് അവരും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. ഇതാണ് ചരിത്രം. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും എണ്ണ ഈ ന്യൂക്ലിയർ ബോംബുകളോ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെയോ ആവശ്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇൻ്റർനാഷണൽ റിന്യൂവബിൾ എനർജി ഏജൻസി ഉണ്ട്. ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ സൗരോർജം, വിൻഡ് മിൽ, അതൊക്കെ തന്നെ, പ്രത്യേകിച്ചും സൗരോർജം. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് അറിയാമോ? ഇൻ്റർനാഷണൽ റിന്യൂവബിൾ എനർജി ഏജൻസിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ദുബായിലോ മറ്റാണ്, അറബ് രാജ്യത്താണ്. അപ്പോൾ അവർ അത്രമാത്രം അതിന് പ്രാമുഖ്യം നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കര ഹെവി ആയിരിക്കും, അത് മെയിൻ്റനൻസ് വളരെ ഹെവി ആയിരിക്കും. അത് മാത്രമല്ല, ഒരു റിയാക്ടർ അതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ അത് ഡീകമ്മീഷൻ ചെയ്യുന്നതിന് പുതിയ ടെക്നോളജി വരണം. അതും മാത്രമല്ല, ഈ ന്യൂക്ലിയർ റിയാക്ടറിൽ നിന്ന് ലഭിക്കുന്ന സ്പെൻറ്റ് ഫ്യൂവൽ, ഇപ്പോൾ നമ്മൾ യുറേനിയം 233 എന്നിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും U-239 പ്ലൂട്ടോണിയം 239 എന്നൊക്കെ പറഞ്ഞ മെറ്റീരിയൽസ് കിട്ടും. അതൊക്കെ സൂക്ഷിച്ച് വെക്കാൻ അതിലും വലിയ തലവേദനയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സ്പെൻഡ് ഫ്യൂവൽ സൂക്ഷിച്ചു വെക്കാനായിട്ടുള്ള സംവിധാനം ഉണ്ട്, ഭൂഗർഭ അറകളിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. എത്ര വർഷം? 1960 പ്രവർത്തനം തുടങ്ങിയതല്ലേ അറ്റോമിക് എനർജി കമ്മീഷൻ. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഇന്ത്യക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ അണുബോംബിനെയും ആണവ റിയാക്ടറുകളെയും ഇത്ര സുരക്ഷിതത്വത്തോടെ കൈകാര്യം ചെയ്യുന്നത്.